സോ ഗൈസ് നമ്മള് സിജോന്റെയും ലിനോന്റെയും ബാച്ചിലർ പാർട്ടിക്ക് പോവാണ്. ഞാനും സെയിം ബാച്ചിലർ അല്ല, ബട്ട് സ്റ്റിൽ ഞങ്ങൾ പോവും. ബാച്ചിലർ പാർട്ടി അടിച്ചു പൊളിക്കും. ബിഗ് ബോസിന് ശേഷം എല്ലാവരും കൂടിയും ഒത്തുചേരുന്ന ഒരു ബിഗ് ഇവന്റ് ഇതായിരിക്കും. സിജോ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണെങ്കിലും അവിടെ എല്ലാവരും കാണും. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ അബിയും വരുന്നുണ്ട്, പിന്നെ ജാസ്മിനും വരുന്നുണ്ട്. നന്ദു നേരെ ട്രെയിനിൽ അങ്ങോട്ട് എത്താന്ന് പറഞ്ഞു. നന്ദു, നിഷാനി, അപ്സരയൊക്കെ അങ്ങോട്ട് എത്തും. നമ്മൾ 4 പേരും കൂടിയാണ് കൊച്ചിയിൽ നിന്ന് എങ്ങോട്ട് പോകണം, ആലപ്പുഴ ഡെയിലി വ്ളോഗ് എടുക്കാറില്ലല്ലോ. സംഗതി എന്താ വെച്ചാൽ ഈ ഡെയിലി വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കമ്മിറ്റ്മെന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ മാത്രമല്ല, കണ്ടന്റ് വേണം. സ്ഥിരമായിട്ട് ഇത് എടുക്കാനുള്ള കണ്ടന്റ് വേണം. ഈ കണ്ടന്റ് ഇല്ല ഉള്ള കാര്യം പറയല്ലോ. നമ്മൾ ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്തും വീട്ടിലത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്തൊക്കെ പിന്നെ അത് എന്താണെന്ന് പറയാം, ഫാമിലി വ്ളോഗ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വ്ളോഗും പരിപാടി നിർത്തിയത്. ഇന്നിപ്പോൾ ഒരു സ്പെഷ്യൽ ഒക്കേഷനാണ്. ലിനുവിൻ്റെയും സിജോൻ്റെയും പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് അതൊരു വ്ളോഗായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ ഹാപ്പനിങ് ആവുമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഗൈസ്, അഭിഷേകിനെ എടുക്കണം. ജാസ്മിൻ നഖം വെക്കല്ലേ? അതെ, ജാസ്മിന്റെ വെപ്പ് മുടിക്ക് ശേഷം നിങ്ങൾ കാണാൻ പോകുന്നത് ജാസ്മിന്റെ വെപ്പ് നഖം. വെപ്പ് സ്നേഹ, ഇത് മുടി വെപ്പ് മുടിയാണോ? വെപ്പ് മുടിയാണോ? ഇന്നലെ മുതൽ ഇതിങ്ങനെ നീണ്ടിരിക്കും. ഇത് വെപ്പ് മുടിയല്ലേ? മോനെ പൊളിക്കാം. നിങ്ങളുടെ ബാഗൊക്കെ ഞാൻ പറഞ്ഞ ബാഗ് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ സീൻ പാളും. കഴിഞ്ഞ വട്ടമൊക്കെ 2-3 നമ്മുടെ പരിപാടിക്ക് പോയിട്ട് പൂളിച്ചാട്ടം, കേക്ക്, പലതരത്തിലുള്ള കലാപരിപാടികളായതുകൊണ്ട് ഇപ്പം വേറെ ഡ്രസ്സ് കൈ കരുതിയില്ലെങ്കിൽ പണി പാളുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അഭിഷേകിന് വീട്ടിൽ നിന്ന് ടാറ്റ പറയുന്നു. ഈ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാസ്മിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചേട്ടൻ ഞങ്ങളോട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചതടക്കം. പക്ഷെ എല്ലാം മൈക്ക് പണി തന്നു. 5 കേൾക്കാൻ പറ്റില്ല നിങ്ങൾക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത് കട്ട് ചെയ്യാം. ഓ ഗൈസ്, നിങ്ങൾ കാണണം. ഇവിടെ ആകെ താമസിക്കുന്ന ഒരു ജാസ്മിൻ. ഇത്രയും ചെരുപ്പ് ഇവക്കെന്നാ ചെരുപ്പുകട തുടങ്ങിയപ്പോൾ ഒരു അറ്റത്തുള്ള 3 ഞങ്ങളതാണ്. അത് വിട്ട എല്ലാം ജാസ്മിൻ്റെയാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഒരു നീണ്ട നേരത്തെ പോസ്റ്റിന് ശേഷം ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് നന്ദുവിനെ പോയി പിക്ക് ചെയ്യണം. നന്ദുവിനെ പോയി പിക്ക് ചെയ്യുന്നതോടുകൂടി ജാസ്മിന്റെ കുട്ടി കടിക്കുട്ടിയാണ്. ഭയങ്കര കടി. അതിൻ്റെ കയ്യിൽ മൂത്രം ഒഴിച്ചു അപ്പിയിട്ട്. അപ്പോൾ നന്ദുവിനെ പോയി പിക്ക് ചെയ്യട്ടെ. നന്ദുവിനെ പോയി പിക്ക് ചെയ്തിട്ട് നേരെ സിച്ചോണ്ടാണ്. ആരാരപ്പം വരും? എന്റെ കൂടെ വരും, അഭിനന്ദനയുടെ കൂടെ വരും. ഏട്ട വരില്ലേ? നന്ദു പറഞ്ഞ കേക്കില്ലേ? കേക്കില്ലേന്നാ വരും. എന്താ കണ്ണടക്കണേ? നിങ്ങൾ വെളുത്തൂലോ? പേടിയുണ്ട്, നീ ചാടി കഴുത്തിലാണ് ഹായ് പറ ജാസ്മിൻ. ഹായ് അഭിഷേക്. ഇങ്ങനെ ഞെക്കിയിട്ട് ഇങ്ങനെ ഹരിയണ്ണൻ എയറിൽ നിന്ന് ഇറങ്ങി BMW എക്സ് എയർ കയറിയ ഒരാളായിരിക്കുന്നു. എക്സ് എയർ ജാസ്മിൻ. പക്ഷെ നീ എയറിയും താഴെ ഇറങ്ങുന്നില്ലല്ലോ. ഇല്ല, ഞാൻ കണ്ടിന്യൂസ്ലി ആണല്ലോ. ഞാൻ വീട് വാങ്ങാൻ പോവാ. അവിടെ ഞാൻ സ്ഥലം മേടിക്കാൻ പോവാ എക്സ് എയറിൽ. എന്ത് ചെയ്യാനാ? എല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴേ ചേട്ടൻ ഒരു ബണ്ണും കടിച്ചു പിടിച്ചിട്ട്. അത് വരെ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഒരു വിരോധവും ഇല്ലായിരുന്നു. ചേട്ടനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ബന്നേടി ഇപ്പൊ എവിടെ നോക്കിയാലും ബന്നി അടിച്ചിരിപ്പുണ്ട്. ഏത് വീടും മറ്റേ ഇവര് വിളിച്ചതാടാ, ഈ പ്രമുഖ ബ്രാൻഡായിട്ടുള്ള, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, അവരുടെ ഒരു ബൻ ഇറങ്ങുന്നുണ്ട്. ഞാനാണ് ഇതുപോലെ കടിച്ചിരിക്കണം. ഞാൻ കടിച്ചു വിളിക്കാറുണ്ട് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടു മാർക്കോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. ആരെല്ലാം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേ. ഇന്റെ റിവ്യൂല് മൊത്തം ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. എവിടെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു? ഇല്ലടാ, ഞാൻ പറഞ്ഞില്ലടാ. ഇതേപോലെ പകുതി കേട്ടി വന്നവരാണ് ഈ പറഞ്ഞത്. ഞാൻ ഇവന്റെ ഇൻസ്റ്റയിൽ ഒരു ഷോർട്സ് ആണ്. ആ ഷോർട്സിനകത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ എന്താ വയലൻസിന് വേണ്ടി മാത്രം എടുത്ത പടം, കോമഡിക്ക് വേണ്ടി മാത്രം എടുക്കുന്ന പടവും വയലൻസിന് വേണ്ടി കാറ്റഗറി ഉണ്ട് ബ്രോ. വയലൻസിന് മാത്രം വേണ്ടി എടുത്ത പടം അത് അവര് കറക്റ്റ് ചെയ്തു. അത് അടിപൊളി ആയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ എക്സ്ട്രാ വയലൻസ് ചില സ്ഥലങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അത് കഥയുമായിട്ട് സിങ്ക് ആയില്ല. മെഴുകിയെന്നാ പൊട്ട. ഇതാണ് പോയിന്റ്. നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത് നിങ്ങൾക്ക്
സായിയുടെ അത്രേ ഉള്ളൂ. സായി പറഞ്ഞു എല്ലാം ഓക്കെ. ബണ്ണ് കടിച്ചു പിടിച്ചു എന്തിനാ? അത് ശരിയാ. പിന്നെ ഞാൻ പണ്ട് കടിച്ചു പിടിച്ചത് എനിക്ക് ഹൈ ഇരുന്നിട്ടാ. ഞാൻ കണ്ട് ഹൈ ആയിപ്പോയി. ഇന്ന് നന്ദനേന്റെ എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് പറയണം. നീ അതിന്നൊരു പേൻ എടുക്കാതെ ഇവിടെ പലതരത്തിലുള്ള മസാജ് ചെയ്യാൻ തായ്ലാൻഡിൽ പോയി കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഓഹോ നന്ദന. അതായത് ഞാൻ തായ്ലാൻഡ് പട്ടായ പോയ സമയം മുതൽ ഈ സ്നേഹയ്ക്കും ഈ നന്ദുവിനും ഉള്ള ഒരു സംശയമാണ്, അവിടെ മസാജ് ഉണ്ടോ, മസാജിന് പോയോ? ഉണ്ട്, മസാജ് ഉണ്ട്. ഓരോ മസാജ് പാർലറിന്റെ മുന്നിലും ഞാനും സിജോ നടക്കുമ്പോൾ ഷിജോ മസാജ് ഷായ് മസാജ് എന്ന് പറഞ്ഞ് വിളിക്കായിരുന്നു. അതെ അല്ല പിന്നെ ഒറ്റയ്ക്ക് വല്ല ഞാനും. അതായത് നമ്മൾ മസാജിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ന്യൂഡായിട്ട് കിടത്തും. അത് നമ്മൾ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അവരുടെ ജോലി അതാണ്. എന്നിട്ട് നമ്മളുടെ മേത്തൊരു ടവല് വിരിച്ച്, അതെ, എന്നിട്ട് ഞാൻ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അവർ നമ്മൾ ന്യൂഡായി കിടത്തും, ടവല് മേത്തിടും, എന്നിട്ട് എന്ത് ചെയ്യും അവര് നമുക്ക് വൃത്തികെട്ട ചിന്താഗതി. അയ്യേ നന്ദന വൃത്തികെട്ട ചിന്താഗതി. അപ്പോ അവര് കിടത്തിട്ട് അവരൊരു ബാം തേക്കും, നമ്മുടെ ബോഡി പെയിൻ മാറാനുള്ള ബാം. ആ ബാം നമ്മളങ്ങനെ തേച്ച് പിടിച്ചു. അതെ, അങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് തിരിച്ചു പോയിക്കോളാൻ പറയും. ഇത്രേ സംഭവിക്കൂ, ഇതിനും കൂടുതലൊന്നും സംഭവിക്കില്ല. അതെ, അവര് തുണിയുണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ വഴിക്ക് ഒരൊറ്റ റെസ്റ്റോറന്റ് കാണാനല്ലേ നന്ദനസി? നന്ദനസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഹൈ ക്ലാസ് ഫുഡ് കിട്ടണം, അല്ലാതെ കഴിക്കില്ല എന്നാ പറഞ്ഞത്. ഫുഡ് കഴിക്കാൻ കയറുന്നുണ്ട്. ഇതിനാദ്യം വന്നിട്ടുണ്ട്. സാർ എന്താ സാർ കഴിക്കാനുള്ളത്? പോയോ? ഞാൻ ബന്ന് മാത്രല്ലടി, ഞാൻ മനുഷ്യനും തിന്നാറുണ്ട്. ഞാനൊരു ഓർഡർ എടുക്കുമ്പോ ഇവിടെ പറയാ ഫുഡ് എടുത്തോളൂ അല്ലെങ്കിൽ ബണ്ണ് വരെ തിന്നുന്ന ആളാണെന്ന് പറഞ്ഞു. ബണ്ണ് തിന്നണ പോലെ ചേട്ട തിന്നുന്നതാണ്. ഞാൻ ബന്ന് മാത്രല്ല, ഞാൻ മനുഷ്യന്റെ ചെവി അടിച്ച് പറിക്കാറുണ്ട്, പിന്നെ ഞാൻ മൂക്ക് അടിച്ച് പറിക്കാറുണ്ട്. ഞാൻ അങ്ങനെ നരഭോജിയാണ് ഗൈസ്. ഐ ആം ദ മോസ്റ്റ് വയലന്റ് യൂട്യൂബർ. എന്റെ ആര് ഇന്നോ? ഓ, ഏത് ഏട്ടം വേണമെങ്കിലും ആയിക്കോ, ഇവിടെ ഓവയ്യോ റൂമിക്ക് വിളിക്കും പോവരുത്, അപ്പൊ അവർക്ക് പറയാം. അവ ഓവയ്യോ റൂമിക്ക്, ഓവയ്യോ റൂം അന്ന ഓവയ്യോ റൂമിക്ക് വിളിച്ചതാ. ഓവയ്യോ അല്ല, അഭി താജ് മാരിയറ്റ് ഒക്കെ ഓവയ്യോ പുതിയ സാധനമാണല്ലോ. ആ, നമ്മുടെ കൂട്ടത്തിലെ പ്രശസ്ത വ്ളോഗേഴ്സായ നന്ദന, സ്നേഹ എല്ലാം അവിടെ പള്ളി ഇവിടുത്തെ കാർണിവൽ ഫെസ്റ്റിവലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിജോ അവിടെ വെയിറ്റിംഗ് ആണ്. സിജോ മാത്രമല്ല, കയറി പോണ വഴിക്ക് തന്നെ കംപ്ലീറ്റ് മീഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റിൻ്റെ ബന്ന് കച്ചവടം ആവും ഇനി ഒരു ചോദ്യം, നോക്കാം. അപ്പോൾ നമ്മളിവിടെ സിജോൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളുടെ യാത്ര അങ്ങനെ സിജോൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. ഇനി ബാക്കി പരിപാടികൾ എന്താണെങ്കിലും റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി. സോ ഗൈസ്, ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. നീലക്കുയിൽ, പച്ചക്കുയിൽ, ICG എല്ലാ കുയിലുകളും ഉണ്ട് ഇവിടെ. ബാക്കി കുയിലുകളവിടെ അൻസിഫ് ഉണ്ട്. അതെ, ഒരു തരത്തിലുള്ള ഒരു കുയിലും ഇല്ലാത്ത ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. മൊത്തം വ്ളോഗ്സ്. ഞാൻ പുറത്ത് കുറച്ച് ആൾക്കാരുണ്ട്, പോയി ഒന്ന് കാണട്ടെ. എവിടെ? ഓ, കാണിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, ഞാൻ പോട്ടെ. വ്ളോഗിൽ കാണിക്കാൻ പറ്റാത്ത ജാസ്മിൻ ജാഫറിനെ ഞാൻ വെട്ടിയിരിക്കുന്നു. ഇതായിരിക്കുന്നു. എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവരും അക്കം വിട്ട് നിരത്തി നിന്ന് കാണിക്കട്ടെ. അല്ല ഗൈസ്, എല്ലാവരും ഉണ്ട്. കേരളത്തിലെ എല്ലാവരും ഏറെ കയറ്റുന്നത് ഈ കൂട്ടമാണ്. ഇവരാണ് അധോലോക മാഫിയാസ്, മീഡിയാസ് ആൻഡ് ദ മാഫിയാസ്. എവിടെ ഓടിപ്പോയോ? ഓടിയിടോ.
നിങ്ങൾക്ക് എത്ര ബൈറ്റ് വേണം? ഞാൻ 10 അല്ല 20 ബൈറ്റ് വരും. നിങ്ങളെ ചാനൽ ഏതാ? ഏതാ? എന്നാലും ചാനൽ പറഞ്ഞു. CVTV. മീ ടോക്ക്. പറ. CVTV ലൈവ് എന്ന് കൂടെ അടിച്ചാലേ കാണുള്ളൂ. CVTV ലൈവ്. ഫിൽമി മോങ്സ്. പറഞ്ഞോ, ചാനൽ പറഞ്ഞോ. ഏതാ? ചാനൽ പറ. സാബു മീഡിയ. ഇയാള് പേര് മാറ്റി പറഞ്ഞു. സാബു മീഡിയ. എന്തും മനുഷ്യനാന്നല്ലേ ചോദിച്ചോ. എവിടെ നീലക്കൂര് വന്നില്ല? കൂട്ടത്തിൽ പ്രധാനി ഇല്ല. ഓ മൈ ഗോഡ്. ഇയാൾക്ക് പിന്നെ മീഡിയ ഒന്നും ഇല്ല പ്രത്യേകിച്ച്. ഇയാൾ എല്ലാ മീഡിയയിലും ഉണ്ട് എന്നുള്ളതാണ് ഇയാളുടെ ഒരു സത്യം. എല്ലാവരും അടി കൂടാതെ നിൽക്കണം, ആരും അടി കൂടരുത്. ഓക്കെ. യെസ്, കേരളത്തിലെ അധോലോകത്തിന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഈ വ്ളോഗിലൂടെയാവും ഗൈസ് നിങ്ങൾ ഈ അധോലോക കൂട്ടായ്മയെ നിങ്ങൾ കാണുന്നു. ഇയാളെന്നൊരു മുഖം പൊത്തിരിക്കണേ. ചോദിച്ചോളൂ എന്ത് വേണേ ചോദിച്ചോളൂ. ഇന്ത്യയിൽ കൂടി റെക്കോർഡിംഗ് ആണ്. ഉണ്ണിമൂന്നന്റെ പോസ്റ്ററാ? സാഡ് ക്വസ്റ്റ്യൻ. മോയ ഇട്ട് കൊടുക്കളാ. ക്വസ്റ്റ്യന് ക്ലാരിറ്റി പോരാ. നിങ്ങൾ മറ്റേതാണോ? ക്ലാരിറ്റി ഇല്ലായ്മയാണ് എന്റെ ക്ലാരിറ്റി. ഒരാളെ തെറി വിളിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് അരി കിട്ടുമെങ്കിൽ വീണ്ടും തെറി വിളിക്കാൻ തയ്യാറാണ് എന്ന് ആണ് ഉദ്ദേശിച്ചത്. ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചതാണോ അതോ തെറി വിളിച്ചുകൊണ്ട് അരി കിട്ടിയത് കൊണ്ട് മൂപ്പർക്ക് സന്തോഷം എന്നാണോ പറഞ്ഞത്? അത് ഞാനല്ല പറഞ്ഞത്, സായി പറഞ്ഞു. അല്ല, അങ്ങനെ എന്താ പറഞ്ഞ എക്സാക്ട്ലി? കണ്ടിട്ടില്ലല്ലേ? അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ. അപ്പൊ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അവന് വീട്ടുകാർക്ക് ഒരു ഉപകാരമാണ് അരി വാങ്ങുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള. അതായത് ഇന്ന കോള് വന്നോണ്ട് അതായത് എനിക്ക് ഇനിയും ഈ പറഞ്ഞ പോലെ അയാൾ ഇന്ന തെറി വിളിക്കാന്ന് പറഞ്ഞതല്ല. ഇനിയും ഈ പറഞ്ഞ പോലെ എനിക്ക് അയാളെ വെച്ചിട്ട് അരി ഉണ്ടാക്കാനാണെങ്കിൽ അരി ഉണ്ടാക്കിക്കോട്ടെ, അതാണ് പറഞ്ഞത്. അതുകൊണ്ട് അയാൾക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഞാനപ്പോൾ അയാളെ സിനിമ കയറി കാണുമ്പോൾ 150-200 ഞാൻ കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് കിട്ടുന്ന അരി സിനിമാക്കാർക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഒരു ഗിവ് ആൻഡ് ടേക്ക്, അത്രേ ഉള്ളൂ. ഈ എല്ലാത്തിലും വരുന്നത് ഈ മാർക്കോയ്ക്കെതിരെ നെഗറ്റീവ് പറഞ്ഞ് സായി എയറിലാണ് എന്നൊക്കെയാണ് വരുന്നത്. അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? മാർക്കോയ്ക്കെതിരെ നെഗറ്റീവ് ആണോ പറഞ്ഞത് സായി? സിനിമയിലുള്ള എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നാണ് ആ റിവ്യൂവിനകത്തൊരു എനിക്ക് തോന്നുന്നൊരു 80% പറഞ്ഞു. അല്ലാതെ ഞാൻ പടം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാൻ നോക്കുമ്പോൾ ഞാനാണത് ആദ്യം പറയുന്നത്, ബെഞ്ച് മാർക്കായിരിക്കുന്നു. ലാസ്റ്റ് വന്ന് നോക്കുമ്പോൾ ഞാൻ ഇവനാണ് പറഞ്ഞെന്നുള്ളത്. റിവ്യൂ കണ്ട ആരും ഇല്ല ഈ കൂട്ടത്തിൽ. എന്തായിരുന്നു അഭിപ്രായം എൻ്റെ റിവ്യൂവിനെ കുറിച്ച്? ഓക്കെ, സർക്കാസം തെറ്റാണോ? ചേട്ടാ അരി വറക്കുന്നു. അതാണ് പ്രശ്നം. സായി ചെയ്തത് കൊണ്ട് മീനിങ് അറിയാം. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ആകുമ്പോൾ പടം ഷൂട്ട് ചെയ്ത് പോകും. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് തമിഴ് ചാനലിൽ വന്നിരുന്നിട്ട് ഏതോ അങ്ങേര്, എനിക്ക് തോന്നുന്നു നമ്മളവിടുത്തെ ഡയറക്ടറെ കണ്ടാ തോന്നുന്നുണ്ട്, മറ്റേ കുഴിയിൽ വീണ പടം എടുത്ത അങ്ങേരാണ് തോന്നുന്നത്. ഞാൻ പടമൊന്നും പറയുന്നില്ല. മൂപ്പര് വന്നിട്ട് പറഞ്ഞ് ഒരു സ്റ്റാർ വിളിച്ച് വേറൊരാളോട് സംസാരിച്ചു, അപ്പം അയാൾക്ക് കുറേ അരി കിട്ടി, അയാൾ അരി വാങ്ങാനാന്ന് പറഞ്ഞു. ആണ് ഇവർ പടം എടുക്കുന്നത് ചാരിറ്റി ചെയ്യാനൊന്നുമില്ലല്ലോ, നാട്ടുകാർക്ക് ചാരിറ്റി ചെയ്യാൻ ഫ്രീ ആയിട്ടൊന്നുമില്ലല്ലോ പടം എടുക്കുന്നത്. തിയേറ്ററിലേക്ക് വാന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റി ടിക്കറ്റ് വെച്ചിട്ടാണ് ഈ സാധനം വിൽക്കണേ. അപ്പം കണ്ട പ്രേക്ഷകന് അഭിപ്രായം പറയാം, അതിലൊരു തെറ്റൊന്നുമില്ല. അതാണ് ഞാൻ എൻ്റെ കാര്യം പറയുന്നു, എൻ്റെ ഒപ്പീനിയൻ പറയുന്നു, ഞാൻ പോകുന്നു. അതിലിപ്പോൾ ഒരു തെറ്റായിട്ട് അങ്ങനെ എങ്ങനെ കാണാതിരിക്കും? ഞാൻ എൻ്റെ ഒപ്പീനിയൻ കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് എന്താ പറയില്ല, എല്ലാ റിവ്യൂവിൻ്റെ അവസാനം നിങ്ങൾ പടം കാണണം. അപ്പം എൻ്റെ ഫാൻസ് കാണില്ല വേണ്ടേ, ടിക്കറ്റ് ഇറങ്ങി തിയേറ്ററിൽ കയറാൻ വേണ്ടേ. ഇനി ഇത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ മറ്റേ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പടം വരുന്നതിന് മുമ്പ് ചൊവ്വാഴ്ച എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്ന പണി. നിങ്ങളാരും കണ്ടില്ല? നല്ല ചെയ്താരും ഇങ്ങക്ക് അല്ലെങ്കിലും ഫ്രീ അല്ലേ, എല്ലാ പടത്തിന്റെ പ്രൊമോഷൻ ഒക്കെ തന്നെ കിട്ടുന്നത്. വെറുതെ ചുമ്മാ എല്ലാരും പടം കാണട്ടെ, സിനിമ നന്നാവട്ടെ, സിനിമ വളരണം, മലയാള സിനിമ വളരണം. എന്ത് പ്രൊമോഷൻ? ഇതിന്റെ കയ്യിലുള്ള കാശ് അങ്ങോട്ട് കൊടുത്തിരിക്കും. എന്ത് പ്രൊമോഷൻ? എന്ത് ചേട്ടാ,
അല്ല ഇതിപ്പോ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാർക്കോയുടെ ഒരു വിജയം നോർത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല ഓടും, കാരണം മാർക്കോന് നോർത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു തമിഴ് ബെൽറ്റിൽ മാത്രം ചിലപ്പോൾ ഒരു തിരിച്ചടി വരാൻ ചാൻസ് ഉണ്ട്. കാരണം അജിത്തിന്റെ സിനിമ ഇപ്പോൾ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം എല്ലാ മാർക്കറ്റിലും ഓടാനുള്ള ഒരു എസെൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ഡബ്ബ്, ഹിന്ദി ഡബ്ബ് ചെയ്യാൻ കേട്ട സമയത്ത് ഹിന്ദി ഡബിന് മലയാളത്തിനേക്കാൾ പവർ കൂടുതലുണ്ട്. വേറൊരു തരം സ്വാഗ് ഉണ്ട് അതിനകത്ത്. അതിപ്പോൾ ഈ പുഷ്പ ലാംഗ്വേജ് മാറ്റി ഹിന്ദി ആ ബെൽറ്റിൽ കയറിയ പോലെ ഈ സാധനം കയറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എല്ലാം കയറാൻ ചാൻസാണ്, കയറി ഇതിലൊന്നും ഇല്ല. ഹിന്ദിയിലും ഡബ് ചെയ്തിരിക്കുന്നത് അത് ഉണ്ണി തന്നെയാണ്. ഞാൻ ഇന്റർവ്യൂ കണ്ടു, അടിപൊളിയല്ലേ. ഇന്നെ വിളിച്ചതല്ലേ ഹിന്ദി പറഞ്ഞത്, എനിക്കറിയില്ല. അതൊക്കെ നന്നായിട്ട് ഹിന്ദി പറയാറ്. ഞാനുള്ളത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്കറിയാം. അങ്ങനെ നന്നായി ഹിന്ദി പറയാറ്. അല്ല ഉണ്ണിയുടെ വോയിസ് ഹിന്ദിയിൽ കുറെ പേര് പറയുന്നുണ്ട്, മറ്റേ രോഹിത് ശർമ്മയുടെ പ്ലസ് മലയാളത്തിൽ ഈ വ്യക്തി സംസാരിക്കുന്നതിനേക്കാൾ പവർഫുൾ ആണ് എനിക്ക് തോന്നുന്നു ഉണ്ണിമൂന്തന്റെ വോയിസ് ഹിന്ദിയിൽ. ഹിന്ദി വരുമ്പോഴത്തേക്കും ഉണ്ണിമൂന്തന്റെ വോയിസിന് ആ വയലന്റ് ക്യാരക്ടറിനുള്ളൊരു റേഞ്ച് കിട്ടുന്നുണ്ട്. പലരും ഉണ്ണിമൂന്തനെ എത്ര പേര് തുറന്നു പറഞ്ഞെന്ന് എനിക്കറിയില്ല. ഈ മലയാളത്തിലെ മാസ് ഡയലോഗ്സ് ഡെലിവറിയിൽ കുറച്ചൊരു ലോ ഗ്രാഫിൽ പോകുന്നുണ്ട്. പക്ഷേ ഹിന്ദിയിൽ ആ സാധനം ഭയങ്കര വർക്കാവുന്നുണ്ട്. ആ സാധനം കുറച്ചും കൂടി ഇമ്പാക്ട് കിട്ടുന്നുണ്ട് ആ സാധനത്തിന്. പിന്നെ ഫിലിം കണ്ടോ അല്ലെ? ഫിലിമിൽ ഒരു യൂട്യൂബറെ പഞ്ഞിക്കിടുന്നുണ്ടല്ലോ, അത് താടിയുള്ള ഒരു യൂട്യൂബറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അത് ഞാനാവാം, അതാ ഇയാളാവാം. എടേ അത് ഇങ്ങക്കൊക്കെ ഇട്ടുള്ള ഊക്കാണ്. നമുക്ക് എല്ലാവരും കൂട്ടുള്ള ഊക്കാ. ഇതെല്ലാരും കൂടി എനിക്ക് വെച്ച് തന്നോണ്ടാണ്. സംഗതി OTT ഇറങ്ങിയാൽ ഞാൻ ഷുവറായിട്ട് പറയാം, ഈ നിൽക്കുന്നവർക്കുള്ള ഊക്കായിരിക്കും അത്. ഉറപ്പാ, കൺഫേം. നിങ്ങളൊക്കെ തന്നെയാണ് ആ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ കണ്ടിട്ടാ ചാഞ്ഞി കിടക്കണ വരെ സീക്രട്ട് ഏജന്റാണ് ഓടിക്കേറിക്കും. അങ്ങനെയാണെങ്കിൽ ഹാഷ്മി ആയിരിക്കും. അങ്ങനെയാണല്ലോ താടി വെച്ച ഇൻവെസ്റ്റിഗേഷൻ. ഈ പടം കഴിയുന്ന പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് മാറും. ഇനി എന്താ പറയുക, ഇനി ആ എക്സ്പെക്ടേഷന്റെ ബാഗേജ് കൂടുമായിരിക്കും. ഡെഫിനറ്റ്ലി അടുത്ത പടങ്ങളൊക്കെ വേറെ ലെവലിൽ. ആ മാർക്കോന്റെ മുകളിൽ മലയാള സിനിമേനെ കേട്ടോ. ഇനിയിപ്പോൾ ഈ L2 ഇറങ്ങാൻ നിൽക്കുന്നില്ലേ, പൃഥ്വിരാജിൻ്റെയും ലാലേട്ടൻ്റെയും, അതിന് വരെ ചിലപ്പോൾ അവരൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചില സാധനങ്ങൾ ഇതിലെ വയലൻസ് വെച്ച് കമ്പയർ ചെയ്യും. കാരണം ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഇതിൻ്റെ മുകളിൽ ഇനി എന്ത് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം ടു ബി ഹോണസ്റ്റ് പറയാം, ഞാൻ ഭയങ്കര വയലൻറ്റ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ആളുകൾക്ക് ഇത്രത്തോളം വയലൻസ് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട് നമ്മളെ നാട്ടിൽ. നോർത്ത് ബെൽറ്റിലൊക്കെ കൂടുതലാണ്, കേരളത്തിൽ ഇത്രത്തോളം ഇത് ആഘോഷിക്കപ്പെടുന്നുള്ളത്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ആ ഒരു സാധനം ഇനി എന്താ പറയുക, ഇനി എല്ലാം വരും. ഇതൊരു നല്ല മെസ്സേജ് ആണോ ഇങ്ങനെ വയലൻസ് സിനിമകൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു? പിന്നെ മഹാഭാരതവും രാമായണമൊക്കെ വയലൻസ് ഇല്ലാതെയാണല്ലോ പോണം, അമ്മപ്പാസോ അച്ഛപ്പാസോ ആയിട്ട്. രാമായണം മഹാഭാരതം എടുത്താൽ വയലൻസ് കാണിക്കണ്ടേ? ഏത് കാലത്താണെങ്കിലും ആളെ കൊല്ലുന്നതല്ലേ. അമ്പെയ്ത് വന്നെന്താ, വെടിവെച്ച് വന്നെന്താ, എല്ലാം ഉണ്ട്. ഇപ്പോഴാണ് പ്രശ്നം. പണ്ടത്തെ മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ ദേവദാസി, ഇപ്പൊ പറയുമ്പോ എന്താ പറയാ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഇപ്പൊ അന്ന് ആഹാ, ആ വ്യത്യാസമുള്ളൂ. വേറെ സീനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ സെൻസർ ബോർഡ് ഉണ്ടോ, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ, അതിന്റെ ഫുൾ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക. അയാൾ ബിസിനസ് ചെയ്യാനൊരു പ്രൊഡക്റ്റ് ഇറക്കി, ആ സാധനം ഇറക്കി, അവരത് മൊത്തം യൂസ് ചെയ്തു, അവർ സക്സസ്ഫുള്ളായി. പിന്നെ ഓരോ പ്രേക്ഷകനനുസരിച്ചിരിക്കും കാണണോ കാണണ്ടേ എന്നുള്ളത്. അപ് ടു ദം. മാർക്ക് 500 കോടി ക്ലബ്ബ് കയറും. ഈ കോടിക്കണക്കിന് എനിക്ക് അധികം വിശ്വാസമില്ല. കാരണം ഇപ്പം തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞത് എന്താ, നഷ്ടത്തിലാണെങ്കിൽ അപ്പോൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, ലൈക്ക് അത്രയും പ്രൊഡക്ട്സ് ഇവിടെ ഇറങ്ങി. എനിക്ക് ഒന്ന് 6-7 സിനിമകൾ 100 കോടി കയറിയിട്ടുണ്ട് 2024. കയറാം. പക്ഷെ ഞാൻ പറയുന്നത് ഈ കണക്കുകളിൽ ഒരു ക്ലാരിറ്റി ഉണ്ട്. നമുക്കിവിടെ എവിടെയും ട്രാക്കേഴ്സ് ഇല്ലല്ലോ. തമിഴിലൊക്കെ ട്രാക്കേഴ്സ് ഉണ്ട് തോന്നുന്നു എനിക്ക്. ഇവിടെ ട്രാക്കേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കണക്കുകളുടെ ഒരു എക്സാജുറേഷൻ നമുക്ക് മനസ്സിലാവില്ല. ബട്ട് ഡെഫിനറ്റ്ലി കളക്ട് ചെയ്യും. കാരണം വേറെ പടങ്ങളില്ലല്ലോ. ബാറോസാണ് വന്നാൽ മുട്ടി നിൽക്കാൻ പറ്റില്ല, റൈഫിൾ ക്ലബിനും പറ്റില്ല. ഇനി വരാനുള്ള സിനിമ ഏതാണുള്ള മലയാളത്തിൽ നിന്ന്? ഐഡന്റിറ്റി മാത്രം. ഐഡന്റിറ്റി വേറൊരു ജോണറാണ്, നിൽക്കൂല. ഇന്നലെ ഒരു മൃദംഗാവിഷന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അതിലൊരു ആക്സിഡന്റ് ഉണ്ടായത് അറിഞ്ഞിരുന്നല്ലോ. അപ്പം അത് ഒരുപാട് ആളുകളെ ഇതുപോലെ ബുക്ക് മൈ ഷോയിൽ കൂടെയും പൈസ ഇങ്ങനെ ഒരു പരിപാടി നടത്തി കോടിക്കണക്കിന് പൈസ സംഘാടകർ ഉണ്ടാക്കി. പക്ഷെ ഒരു സേഫ്റ്റിയും ഒരു സേഫ്റ്റി മെഷേഴ്സ് ഒന്നും അവിടെ പാലിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം അതിനെപ്പറ്റി സാധനം ഞാൻ വീഡിയോ ഇട്ടല്ലോ. അത് ഓൾറെഡി നമുക്ക് ആ കണക്കുകൾ നോക്കിയാൽ അറിയാം. 12,000 പേര് ഒരാളുടെ ഇതിന് 1500-1000 വെച്ചാൽ തന്നെയായി കോടിക്കണക്കിന് രൂപയായി. ഒന്ന്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ജോസ്കോ ജ്വല്ലേഴ്സും കല്യാണമൊക്കെയാണ് തോന്നുന്നു എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്.
നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ചാനലിന് ചിലപ്പോൾ പണി കിട്ടുമായിരിക്കും. സി ഇങ്ങനത്തെ ജയൻസ് ആണ് ഈ സാധനത്തിൻ്റെ ബാക്കിൽ ഈ പ്രൊമോഷൻ പർപ്പസിന് ഈ സാധനം ചെയ്തിട്ടുള്ളത്. ആളുകൾ ആദ്യമായിട്ട് അതിന് കാശ് കൊടുത്ത് ഈ പറഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വന്ന് അറ്റൻഡ് ചെയ്തത്. ഇവരുടെയൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ ആളുകൾ എന്തിനും കാശ് കൊടുത്ത് പോകണം എന്നുള്ളൊരു തോട്ട് ഇതിൽ ഓൾറെഡി കേസ് ആയതുമാണ്. ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട് ഇതിനെതിരെ, പലരുടെ നിന്നും പല പേയ്മെൻറ്റ് വാങ്ങി UPI മാറ്റി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കേസും ആയതാണ്. ശരിക്കും ഇവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLAൻ്റെ ചോരയിൽ ഇവർ കാശുണ്ടാക്കി പോയി എന്നാണ് ഇപ്പോൾ പറയേണ്ടത്. അമ്മാതിരി വൃത്തിയാണ് കാണിച്ചു വെച്ചിട്ടുള്ളത്. ഒരു മറ്റേ ഇത് വെച്ചിട്ട് ക്യൂ മാനേജർ വെച്ചിട്ട് ചെയ്യേണ്ട പരിപാടിയാണോ ഇത്? അല്ല, വളരെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയും അലസമായി ചെയ്തിട്ട് അതിലിനി അവർ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് മെയിനായിട്ട് ഇത് ലീഡ് ചെയ്ത് ജിജോനെയാണ്. അപ്പം അവർ അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനൊരു പ്രോഗ്രാം നടത്തിയത്. മീൻ അബൌട്ട് ഈ പൈസയുടെ കാര്യത്തിലൊക്കെ അതെനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ദിവ്യാണിൻ്റെ വീട്ടിലല്ലല്ലോ താമസം. അല്ല, ഓക്കെ. അല്ല, അപ്പം അവർക്കും അത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണോ സായിയുടെ അഭിപ്രായത്തിൽ? എന്ത് തോന്നുന്നു? അല്ല, ഒപ്പമില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ ആ കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടെന്നോ ഇല്ലാന്നും പറയാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോൾ ഒരു ഡാൻസ് കളിക്കാൻ വേണ്ടി കുറേ ദിവസം മുന്നേ വന്നു. എനിക്ക് നിങ്ങളെ സംശയം, നിങ്ങൾക്കൊക്കെ അത് അറിയായിരിക്കും. നിങ്ങൾ ദിവ്യാണി എയർപോർട്ട് വന്നതുപോലും പിന്നാലുണ്ട്. ഈ അപകടം ഉണ്ടായ ശേഷം പരിപാടി നടത്തിയതിനെ കുറിച്ച് കൂടുതൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. വളരെ മോശം പരിപാടി. പിന്നല്ലേ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? ഇത് സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഹൈപ്പ് പോലും വരില്ല. ഇത് MLA ആയതുകൊണ്ട് 10 ആൾ ഡിസ്കസ് ചെയ്യുന്നു. അത് സാധാരണക്കാരനാണ് വീണെന്നുണ്ടെങ്കിൽ ഒരു കോളം പേജിൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് 20 സെക്കൻഡ് ന്യൂസിൽ പോകേണ്ട പരിപാടിയാണ്. MLA ആയതുകൊണ്ട് ഇത് കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്തു. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പ്രോഗ്രാം നിർത്തി വെക്കേണ്ടതല്ലേ എന്നാണ് ചോദിച്ചത്. ആണ്, ഡെഫിനറ്റ്ലി ചെറ്റത്തരാണ് കാണിച്ചത്. സംഭവം നടന്നത് അത് ശരിക്കും ചെയ്യാൻ പാടില്ലല്ലോ. അല്ലു അർജുന്റെ തന്നെ കഴിഞ്ഞൊരു ഇഷ്യൂ കണ്ടിരുന്നു. അല്ലു അർജുനെതിരെ കേസൊക്കെ ഉണ്ടായി. മെയിനായിട്ടും ആ സംഭവം അറിഞ്ഞിട്ടും പുള്ളി അതിനെ അല്ല, മോശം പരിപാടി. ഞാൻ പറഞ്ഞല്ലോ, ചെറ്റ പരിപാടിയാണ് കാണിച്ചത്. അത് ചെയ്യാൻ പാടില്ല ആ പരിപാടി. കാരണം ഒന്ന് ജനപ്രതിനിധിയാണ് അവരെ ജനങ്ങളെ എലക്ട് ചെയ്തിട്ട് അത്രയും എന്താ പറയുക ആളുകൾ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും നമ്മളെ സർവേ ചെയ്യാനുള്ളൊരു പൊളിറ്റീഷ്യൻ വീണ് കഴിഞ്ഞാൽ ഒരു മിനിമം മാന്യത ഉണ്ട്. ഒന്നില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു ഇല്ല എന്നുള്ളതിനെ ഫോളോ അപ്പ് ചെയ്യുക. ഇതിൻ്റെ സംഘാടകർ ആരും ഫോളോ അപ്പ് ചെയ്തതായിട്ട് അവർ പറയുന്നില്ല. ന്യൂസ് ബൈറ്റിലൊക്കെ പറയുന്നത് അവർക്ക് അറിയില്ല എന്നാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഈ പ്രോഗ്രാം ഈ ഗിന്നസ് അവർ ആഘോഷിക്കുകയായിരുന്നു. അത് ശരിക്കും മോശം പണിയാണ്. അത് ചെയ്യാൻ പാടില്ല. അതാ ഇന്നത്തെ ഷോയുടെ ഫേമസ് ഗസ്റ്റായ ദിയാസന. അവരൊരു അല്ല ഒന്ന് താത്തു മേഡം, ഒന്ന് താത്തു ഞാനിവരപ്പം കൂടി താത്ത് 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 താത്ത്. കണ്ടോ ഗൈസ്, ഞങ്ങൾ ഓൺലൈൻ മീഡിയക്കാരെ അപമാനിക്കുകയാണ് ദിയ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് രാവിലെ മുതലൂടെ വെയിലത്ത് ദിയ ചേച്ചിനെ കാത്തു നിന്നിട്ട് ഞങ്ങൾക്ക് ഒരു ബൈറ്റ് തരാതെ ദിയ ചേച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. തമ്മിൽ സെറ്റാക്കിക്കോളി മക്കളെ. ഓൺലൈൻ മീഡിയ മൈൻഡ് അടിക്കാത്ത ദിയാസന. ഞാൻ പറയും അയ്യോ അയ്യോ. അതാ അടുത്ത മെയിൻ സെലിബ്രിറ്റി വരുന്നു. അയ്യോ തള്ളി താഴട്ടെ. എന്നാലും ഓൺലൈൻ മീഡിയാസ് ആയ ഞങ്ങളെ ശ്രദ്ധിക്കണേ മാഡം, പ്ലീസ്. എന്ത് കഷ്ടം. ഹലോ, ആര് പഴയ ഇന്നോട് പറഞ്ഞു പോരുത്. അതായത് ഞാനൊരു കാര്യം പറഞ്ഞ, ഈ നിൽക്കുന്ന മുതലിനോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു ചോദിച്ച് നന്ദന വരുന്നില്ല. ഇതിന് മുമ്പേ നന്ദൻ എന്നെ വിളിച്ചു പറഞ്ഞു, നിഷാൻ ചേച്ചി നമുക്ക് ട്രെയിനിന് പോവാം. ഞാൻ അവളോട് ഓക്കെ പറഞ്ഞു. പിന്നെ ഇവൻ കാറിൽ വിളിക്കുന്ന സമയത്ത് എനിക്ക് ആ പേട്ട സ്വഭാവം ഒന്നുമില്ല. ഞാൻ കാറിൽ വിളിച്ചാൽ ഞാൻ ട്രെയിനിൽ നന്ദനയ്ക്ക് പേട്ട സ്വഭാവമാണ്. അങ്ങനത്തെ പേട്ട സ്വഭാവം. നിഷാന് നന്ദനയെ ഒരു പേട്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്റെ വൈറ്റ് തീം അവിടെ മാറ്റണോ? ഇതെന്തോ ഇത് കറുപ്പ്. ഇത് ജപ്പാനീസ് ഡ്രസ്. ഞാൻ തായ്ലാൻഡിൽ പോയെന്ന് തായ്ലാൻഡ് ജപ്പാൻ അറിയാലോ, എന്ത് ചെയ്യാന്ന്. അപ്പോൾ ഇതാക്കി തരാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ പോയി ഡ്രസ്സ് മാറ്റട്ടെ. ഇനി പരിപാടി ഞങ്ങളെല്ലാവരും കാര്യമായിട്ട് ഇവിടെ ഓരോ പരിപാടിയിൽ എൻഗേജ്ഡ് ആകുമ്പോൾ കടലിൻ്റെ ആഴങ്ങൾ നോക്കിയിരിക്കുന്ന നിഷാന, ട്രൂ നേച്ചുറൽ ലവർ നിഷാന. എന്ത് പറ്റി? എന്നാ പറ്റി? നിഷാനയുടെ സങ്കടം ഞങ്ങളെ സങ്കടമാണ്. ഏത് പൈസയാണോ സങ്കടം? ആർക്ക്? ഇത് അവിടെ ഇയർഫോൺ വെച്ച് സംസാരിക്കുന്നു. പോലെ സാധനം പളിപ്പോയി. പ്രൈവസി മാറ്റേഴ്സ്. ഇവിടെ എന്തോ വട്ടം കൂടി നിൽക്കുന്നുണ്ട്.
കടലിനടുത്ത് ഇന്ന് മത്തിക്കച്ചവടമാണ് തോന്നുന്നുണ്ട്. കിലോ 10 എന്നാണെന്ന് അറിയില്ല. ഞാൻ നോക്കട്ടെ. അതാ ഇവരാണ് എല്ലാ വിഷയങ്ങളും ഉണ്ടാക്കുന്നവരാണ്. നാളത്തെ തംബ്നെയിൽ അല്ല, നാളത്തെ തംബ്നെയിൽ ഹായ്, നാളത്തെ തംബ്നെയിൽ എന്താ അറിയോ ചേട്ടാ? ഇതിന്റെ തംബ്നെയിലാണ് അഭിഷേകും നന്ദനയും തമ്മിൽ എന്ത് പ്രണയത്തിലാണ്. അഭിഷേകും നന്ദനയും തമ്മിൽ എന്ത് പ്രണയത്തിലാണ്. ഞാൻ മറ്റേ വോയിസ് എടുത്ത് പുറത്തിടും. ഭീഷണിയോ? ബണ്ണേജന്റ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ബണ്ണേജന്റ് അത് അയ്യപ്പൻ മൂവി. ഇവളാരാ? ഇത് മാർക്കോ. നീ ഏതാ? ഘോരമായി എല്ലാത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ചേച്ചി പറയുന്നത് വൈറ്റ് ഇട്ടപ്പോ പ്രേതം പോലെ ഇരിക്കുന്നുണ്ട്. പ്രേതങ്ങൾ എന്താ മോശമാണോ? ഓൾറെഡി ഞാൻ പ്രേതമെന്നാണ് ഇവിടെയുള്ള പൊതുവെ പറയാറ്. പ്രേതം എന്നെ പറ്റിയിട്ട് വേറെ പല സ്ഥലം ഇതെന്ത് കളർ ഈ കളർ പറയുന്ന ആളിന് ഞാനൊരു 100 നിങ്ങൾ ഈ കളർ ഏതാ ഫിറോസ് ഭായി? ഈ കളർ ഏതാ? ഇത് മേത്തപ്പച്ച, ചാണകപ്പച്ച, കിളിപ്പച്ച, പല പച്ചയിടും. മേത്തപ്പച്ച ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന മേത്തപ്പച്ച. ഏതാ കൂടുതൽ അടുത്ത് തുറന്ന ഹൃദയം, ഓപ്പൺ ഹാർട്ട്. ഞാനോ രാവിലെ കിട്ടിയിട്ടിട്ടു. അല്ല, എനിക്ക് ഡ്രസ് മാറാൻ റൂമില്ല. ആ ഡ്രസ് ഉണ്ട്. ഇത് കൊള്ളൂല. ഇത് ഈ സാധനം എന്തിനാ നിങ്ങക്ക്? ഇതോ? ആ അതാ അതല്ലേ പറഞ്ഞേ. അപ്പൊ താങ്ക് യു ഗൈസ്. സാധനം പറ്റില്ല. ജാസ്മിൻ ഉണ്ട്, അങ്ങനെ പലരും നിൽപ്പുണ്ട്. ആളുകളുടെ അവരുടെ കലാപരിപാടികളിലേക്ക് സായിയുടെ മെയിൻ പരിപാടിയുണ്ട്, അഭിഷേകിന്റെ റീൽസ് ഉണ്ട്, നന്ദയുടെ ഡാൻസ് ഉണ്ട്. കണ്ണിലെന്താ? ഇതെന്റെ നോർമൽ കണ്ണ. മാറുന്നില്ലേ? പെണ്ണും ചക്കനും മാറിപ്പോയോ? മേക്കപ്പ് കഴിഞ്ഞ് പെണ്ണും ചെക്കനെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലടാ, മെഴുകുതിരി കച്ചവടം ഉണ്ട്. ഞാൻ പ്രത്യേകം അഭിഷേകിന് വേണ്ടി മെഴുകുതിരി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സായിക്ക് വേണ്ടി ബന്ന് കൊണ്ടുവന്നിട്ട്. ബന്ന് ക്രീം ബന്ന് എനിക്ക് ഇഷ്ടമാണ് കടിച്ചു പറക്കാൻ. നന്ദനക്ക് നാൻ വന്നു. ഒരു കയ്യടിയിലൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയങ്കരിയായ ലിനു, പ്രിയങ്കരനായ കൂടെ നന്ദനി പാടുന്നതാണ്. കൂടുന്നുണ്ട്. കൂടെ നന്ദനി ആ മൈക്ക് ഓഫ് ആക്കി കൊടുത്താൽ മതി. സ്ക്രീനിന്റെ മേളിൽ ചെറിയ വെക്കത്തില്ലേ? മൈക്ക് ഓഫ് ആക്കി കൊടുത്താൽ മതി. അതെ, അത് അല്ല, ഒരു മൈക്കായിട്ട് ഓഫ് ആക്കാൻ പറ്റത്തില്ല. ഇവിടെ അധികം നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ വരണം. നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. നന്ദനമോളും ബിൻഷയും കൂടാണ് വെൽക്കം ചെയ്യുന്നത്. സിജോ അങ്ങനെ നിൽക്കരുത്. സിംഗിൾ ലൈഫ് കഴിഞ്ഞു, കെട്ടിപ്പിടിച്ചു വാ. കഴിഞ്ഞു. താമസം ലീനു അപ്പൊ തന്നെ കെട്ടിപ്പിടിച്ചു. അല്ല, ഓക്കെ. അപ്പൊ പാട്ട് റെഡിയാവുന്നേ ഉള്ളൂ. ഞങ്ങൾ പറയുമ്പോൾ മാത്രം വരിക. തൽക്കാലം മാക്സിമം 10 സെക്കൻഡ്. ചൂടാന്നറിയാം, എത്രയും പെട്ടെന്ന് വിളിക്കാം. പതിയെ നടന്നു വരാം. വളരെ സ്ലോയിൽ നടന്നു വരാം. മന്ദം ഇല്ല, അവള് പാടി. അപ്പൊ നമ്മുടെ ലിനുവിന്റെയും സിജോയുടെയും സ്പെഷ്യൽ ഒക്കേഷനാണ്. പാട്ടിനിടയിൽ വല്ലതും കേൾക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല.
എന്നാലും അതവിടെ നടക്കട്ടെ. അവര് മറ്റേ എന്തൊക്കെയോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലിനുവിന്റെയും സിജോയുടെയും സ്പെഷ്യൽ ഒക്കേഷനാണ്. പാട്ടിനിടയിൽ വല്ലതും കേൾക്കുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും അതവിടെ നടക്കട്ടെ. അവര് മറ്റേ എന്തൊക്കെയോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ ജാഫർ ഒരു കല്യാണം വേണ്ടേ? ആ, ജാസ്മിന്റെ കല്യാണത്തിന് ഫുൾ ചെലവ് ഞാൻ. ചെറുക്കൻ അറേഞ്ച് ചെയ്യാൻ പറ്റൂല. ചെറുക്കയ്യോ നീ? സോറി മോളെ, സോറി മോളെ, താല്പര്യമില്ല മോളെ, താല്പര്യമില്ല. എനിക്കൊരു സ്നേഹനെ സഹിക്കാൻ പറ്റണില്ല. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരു പ്രൊഡക്റ്റും കൊണ്ടാ വന്നത്. അല്ല മോളെ, എന്തത് ഈ ആരും ദൊറോത്തി മതാമയോ? എനിക്ക് ദൊറോത്തി മതാമൊക്കെ കൂടുതലായിട്ട് തോന്നുന്നത് എന്താ അറിയോ? 2 സിനിമയിലെ വെല്ലാക്ക് പ്രേതല്ലേ? ഇവിടെ മുടി ചുറ്റിക്കൊണ്ടിരുന്ന കാണൂല. എല്ലാം കഴിഞ്ഞു. ആ, ഇവക്ക് വെപ്പൂടി വെച്ചോ? ഇത് മറ്റേ സാധനല്ലേ ചിച്ചി പീച്ചത്? അതെ, കഷ്ണിണ്ടോ? ഉണ്ടോ? സത്യം തന്നെ. അതായത് സ്നേഹയ്ക്കൊരു വാശി ഉണ്ടായിരുന്നു. സ്നേഹയുടെ ഒരു വാശിയായിരുന്നു, കഷണ്ടിന്നല്ല. എനിക്കിത്ര സന്തോഷം എന്താന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഒരുമാതിരി മറ്റേ കാച്ചി എണ്ണയും മറ്റേ സെറ്റപ്പിൽ നടന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ തല മൊത്തം ജെല്ല് തേച്ച് കളറടിച്ച് നടക്കുമ്പോൾ ഇന്റേത് പോവും ഇവളത് പോകില്ല, ശ്രദ്ധിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓവർ കെയർ ചെയ്യുന്നത്, എന്ത് സാധനം ഓവർ കെയർ ചെയ്യുന്നത്. എന്റെ വീട്ടിൽ ആരും കഷണ്ടില്ലേ? ആരുമില്ല. എന്റെ മാമന കഷണ്ടിണ്ട്. ആ മുട്ട അടിച്ചാണോ പിന്നെ? നീ കഷണ്ടി ഒന്നും ഇത്ര വലിയ ബോറ് പരിപാടിയൊന്നുമില്ല. ഒരാൾക്ക് മുടി പോണത് നാച്ചുറൽ പ്രോസസ്സാണ്. അങ്ങനെ പ്രശ്നം. പക്ഷെ എനിക്ക് സന്തോഷമാണ്, കാരണം എന്റെ ഓവർ കെയറിങ്ങിന് ആൾക്ക് പോയി. ഇവളറിയില്ലേ? ഇവളിന്നെ വീഴ്ത്തിയത് കാച്ച എണ്ണയും തുളസി കതിരിന്റെയും മുകളിലാ കാര്യം. കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻ കുടിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ? സ്നേഹനെ കഴിഞ്ഞോണ്ടിരിക്കണു. എന്ത് സ്നേഹയോ? സ്നേഹ എപ്പോഴൊന്നും വരുന്നുണ്ടോ? ഇല്ലല്ല, വരില്ല. സ്നേഹം വരില്ല. കട്ടേണ ഞാൻ കട്ടേണോ? കട്ടേനെ ഞാൻ കട്ടയാ. എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ടേ നമുക്ക് ആശീർവദിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പോലീസ് വിടാം. ആരാ പറഞ്ഞ? ഞാൻ തന്നെ. നീയേ പറയൂ. നിനക്ക് തരാം. വല്ലപ്പോഴും നീ താഴോട്ട് വരാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ തരണ്ടേ? എടാ, നിങ്ങൾ എനിക്കൊരു ഇത് തരുമോ? ലൈസൻസ് തരുമോ? സ്നേഹനോ? ഞാൻ ഓൺലൈൻ മീഡിയനൊപ്പം കൂടി. ഞാൻ പച്ചക്കുയിൽ പുതിയ ചാനലിന്റെ പേര്. നീ അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ ഷെയറിങ് ചെയ്യും. സിജോയ്ക്ക് എന്ത് ഭാഗ്യം വന്നാൽ ലിനുവിനും, ലിനു എന്ത് ഭാഗ്യം വന്നാൽ സിജോയ്ക്ക്. സിജോ അപകട സൂചന. ഇത് കുടിച്ച് കല്യാണച്ചക്കനും കൊണ്ട് തല ഇറങ്ങിയുള്ളൂ. മിക്സ് ചെയ്ത സായിയാണ്, അല്ലാതെ വലതും കാണാൻ അവിടെ നിൽക്കുമായിരുന്നു. എന്തേലും എനിക്ക് ഇച്ചിരി എന്തേലും
അയ്യോ മെയിൻ സാധനം ഇനി മെയിൻ ആയിട്ട് സായിക്ക് എന്തോ ഒരു ആവശ്യപ്പെടാനുണ്ട്. ഇതൊന്ന് മാറ്റം ഇതൊന്ന് മാറ്റി കൊടുക്കും. അല്ല ഞാൻ എനിക്ക് 1 മിനിറ്റ് സമയം ഉണ്ടല്ലോ. ഇന്റെ 1 മിനിറ്റ് സമയത്തിന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റു ഇന്റെ 1 മിനിറ്റ് സമയത്തിനുള്ള സാധനം ഞാൻ പറഞ്ഞോണ്ട്. എവിടെയാടാ പോണ്ടേ? വീട്ടിൽ. എന്തിന്? വീട്ടിൽ പോവാൻ. എന്തിന്? വീട്ടിൽ പോകണ്ടേ? അതായത് ജാസ്മിൻ ആ സത്യം റിവീൽ ചെയ്തോളൂ. അമ്പോറ്റി കൊച്ചിനെ റിവീൽ ചെയ്തു. നല്ല ഒരു കൊച്ചുണ്ട് ഇവന്. അതെ ഗൈസ് ഞാൻ പറയുന്നു തേൻ കുടിക്കുന്നു പരാഗണം, തേൻ കുടിക്കുന്നു പരാഗണം. നോ അല്ല ആ കാറ്റഗറിയിൽ ഇല്ല. ഇല്ല നല്ല കുട്ടി, നല്ല കുട്ടി. നിന്റെ മൈക്ക് ഇവിടെയുള്ള എല്ലാവരും എനിക്കറിയാവുന്ന ആൾക്കാരാണ്. ഞാനായിട്ട് വളരെ അറിയാവുന്ന, എന്ത് തമാശയും പറയാൻ പറ്റുന്ന, കളിയും ചിരിയും തമാശയായിട്ട് കൂടുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ലിനുവിനെ എന്നെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ 6 വർഷം കടന്നുപോയ കാര്യങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളും അതൊക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ കണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ അത് വലിയൊരു കാര്യമാണ്. കാരണം 6 വർഷം ഒരാളെ പ്രേമിക്കുക, ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുള്ള വ്യക്തിയാണ്. 12 വർഷം എന്നോട് പ്രേമിച്ച ഇപ്പോഴും പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് ലിനുവിനേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ആ കാര്യത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ലിനുവിന്റെ അറിവിൽ തന്നെ എന്റെ 6ാമത്തെ പ്രണയം കൊണ്ടാണ് തോന്നുന്നു. സിജോ ഇപ്പൊ വേണം ഇതൊക്കെ അടി ഇവിടുന്ന് തുടങ്ങണ. അപ്പോ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ലിനുവിനെ പോലെ ഇത്രയും എന്നെ കെയർ ചെയ്യുന്ന, ഇത്രയും ഉത്തരവാദിത്വം എക്സ്പ്രഷൻ എടുക്കാൻ മറക്കല്ലേ, ഇത്രത്തോളം ഉത്തരവാദിത്വ ബോധമുള്ള, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മൈക്ക് തരാം. ഞാനും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. പക്ഷെ പിന്നെ മാറ്റി. സ്നേഹം തോന്നാനുള്ള റീസണും അത് തന്നെയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് പല പെൺകുട്ടികളും പ്രേമിച്ചപ്പോൾ എന്റെ കൂട്ടുകാരായിട്ടുള്ള കോളേജിലുള്ള അവരുടെ നിപ്പുണ്ട്. അപ്പൊ അവന്മാരെനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് 2-3 മാസം കഴിയുമ്പോൾ ഇതങ്ങ് തീരും എന്നുള്ളത്. അങ്ങനെ തീർന്നിട്ടുമുണ്ട്. പക്ഷേ അല്ല സാറിനെ പക്ഷെ ഇത് ഇത്രയും നാളും നീണ്ടു നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ലിനു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഞാൻ ഇതിനു ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും മോശം സമയത്താണ് ലിനു എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ലിനുവിന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ മോശം സിറ്റുവേഷനിൽ നിന്ന് ലിനുവിന് വേണമെന്നുണ്ടെങ്കിൽ ഈ അഫെയർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാം. കാരണം സാമ്പത്തികപരമായിട്ടും മെന്റലിലേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മോശം സമയത്താണ് ലിനുവിൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അവിടെ മുതൽ ഞാൻ ഇവിടം വരെ, അതായത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്ന് പറയുന്നത് ലിനു എന്ന് പറയുന്ന ഒറ്റൊരാളാണ്. ലിനു എന്നെ ഓരോ കാര്യങ്ങളിലും ഗൈഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ലിനുവിലേക്ക് ചോദിക്കാറുണ്ട് എന്നുള്ളത്. അതിപ്പോ എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനൊരു ലിനുവിന്റെ ഡിസിഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ലിനു എൻ്റെ അടുത്ത് ലിനു കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും എന്താണ് വേണ്ടതെന്നുള്ളത്. ലിനു എന്ത് പറഞ്ഞാലും അത് ഓൾമോസ്റ്റ് ലാസ്റ്റ് ശരിയായിട്ട് വരാറുമുണ്ട്. ചില സമയത്ത് ഞങ്ങൾ തർക്കമുണ്ടാവും, രണ്ടുപേരും രണ്ടഭിപ്രായമായിരിക്കും. പക്ഷേ എൻ്റെ അടുത്ത് ലിനു പറയുന്നതായിരിക്കും കറക്റ്റായിട്ട് വരാറുള്ളത്. അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ലിനു ഭയങ്കര പൊളിയാണ്. അതെ, ലിനു ആണ് ഞങ്ങളെ പട്ടായിക്ക് പറഞ്ഞിട്ട്. അതെ, എന്നെ സായിനെയും പട്ടായിൽ പറഞ്ഞു വിട്ടത് പോലും ലിനു ആണ്. കാരണം ലിനു എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണത്തിന് മുമ്പേ എൻജോയ് ചെയ്ത് ലൈഫ് കംപ്ലീറ്റ് എൻജോയ് ചെയ്യണം, അതിനുവേണ്ടി തായ്ലൻഡ് പൊക്കോളൂ എന്ന്. അതെ 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 അതെ. അപ്പൊ അല്ല അന്നേരം ഒരു ചോദ്യമുണ്ട്, ഇനി തായ്ലാൻഡിൽ വിടുവോ? ഒറ്റക്കല്ല, ഞാനും സായിയും അഭിഷേകും ഞങ്ങൾ എല്ലാം കൂടെ പോയിട്ട് അതൊന്നും വേണത്. അപ്പൊ ഞങ്ങള് അല്ല എന്നെ ഇപ്പൊ അടുത്ത മാസം ഞാൻ സായി കൂടെ ദുബായി പോകുന്ന നേരം പറഞ്ഞപ്പോഴത്തേക്ക് ലിനു മക്കളെ പറഞ്ഞല്ലേ? അപ്പം ലിനുവിനെ പരിചയപ്പെട്ടതും ഇപ്പോ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇനിയൊരു 5 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ലിനുവിൻ്റെയും കല്യാണമാണ്. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഇത് വലിയൊരു ലക്കാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലിനുവിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ മഷിട്ട് നോക്കിയാൽ കിട്ടില്ല. അതെന്തുകൊണ്ട് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ആ ഭാഗ്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്.
ഈ സ്ക്രിപ്റ്റ് വിശാലാണോ ഈ എഴുതിയോ? ഞാനീ പറഞ്ഞ മൊത്തം എനിക്ക് വിശാൽ സായിങ്ങൾ എഴുതുന്നതാണ്, ഞാൻ കടപ്പടം പഠിച്ചിട്ട് പറയുന്നതാണ്. അല്ലട്ടോ, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞേ. അപ്പോൾ ലിനുവിനെ കിട്ടിയത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഈ സന്തോഷം ലൈഫിൽ എപ്പോഴും ഉണ്ടാകുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ ഒരു വിവാഹത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷവാനാണ്. ബി പോയപ്പോൾ കല്യാണം എന്ന് പറഞ്ഞില്ല, ഗേൾ ഫ്രണ്ട് ഇല്ല, എല്ലാ ആവശ്യത്തിനും കൂടെ നിന്നു. എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടി. എൻ്റെ വീട്ടിൽ ലവ് മാരേജ് സമ്മതിച്ചു. അച്ഛനായതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് അച്ഛനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാണ് മെയിൻ. എങ്ങനെയൊക്കെയോ അത് സമ്മതിച്ചു. പിന്നെ ഇങ്ങോട്ട് എത്തി. എല്ലാം ഒരു ദൈവകൃപ. ഇനിയും നന്നായിട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വഴക്കും ബഹളവും അത് ഞങ്ങളുടെ മനസ്സുമതം തലേന്ന് വരെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടുകാരെ എഴുതി ഇത് നടക്കത്തില്ല. മനസ്സുമതം ഞങ്ങൾ ചിരിച്ചിരിക്കുന്നു. ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഉടായിപ്പാണോ ഇവര് രണ്ടും. അങ്ങനെ 6 വർഷവും ഞങ്ങള് വിനിച്ചേട്ടനെ നന്നായിട്ട് അറിയാം. വഴക്കുണ്ടാക്കി വിളിക്കുമ്പോൾ വിനിച്ചേട്ടൻ ആദ്യം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സത്യമാണ്, വിനിച്ചേട്ടൻ എല്ലാം അറിയാം. പിന്നെ കേട്ടില്ലെങ്കിൽ പ്രശ്നം വരുമെന്നറിയാലോ. അതുകൊണ്ടാണ് അച്ഛൻ എന്റെ സൈഡും ഞാൻ പറയുന്നതെല്ലാം കേട്ട് പോയതും. അങ്ങനെ വേറൊരു കാര്യം. പിന്നെ ഇങ്ങോട്ടേക്ക് എത്തി എല്ലാം നന്നായി പോയി. യുഎസിലുള്ള ആളാണോ? കേട്ടില്ല. യുഎസിലുള്ള ആളാണോ? യുഎസിൽ ഇപ്പൊ അവള്, ഞാൻ പേര് പറയുന്നില്ല, അവളിപ്പോ യുകെയിലാ. എല്ലാം പറയുന്നില്ല, കുറച്ച് പറയുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് എന്റെ അഫെയർ ഇങ്ങനെ ബ്രേക്കപ്പ് ആയി. ഞാനത് കരച്ചിലങ്ങ് തുടങ്ങി. അന്ന് കരഞ്ഞ് ഞാനൊരു വഴിയായി. കാരണം ആദ്യത്തെ തേപ്പ് എന്റെ ലൈഫിൽ കിട്ടുന്നത്. അന്ന് ഒരു 3-4 മാസം ഞാനിങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് നടന്ന സമയത്ത് എന്നെ പൊന്നുപോലെ കൊണ്ടു നടന്ന കുറച്ച് കൂട്ടുകാരാണ് നിഖില്, അഖില്, അനില്, അർജുൻ, അമല്, സരീം. സോ ഗൈസ്, അപ്പോൾ അവിടെ പാർട്ടിയും സെറ്റപ്പ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ട് 2 ഞാൻ വേഗം പിന്നെ അപ്ലോഡ് ചെയ്യാം. പാർട്ട് 1 നിങ്ങൾ കണ്ട് ജസ്റ്റ് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ് ഈ രാത്രി.